ഹലോ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള മാത്സിൻ്റെ പ്രാക്ടിക്കലും ഇന്നെനിക്ക് കഴിഞ്ഞു. അങ്ങനെ പ്രാക്ടിക്കലെല്ലാം അവസാനിച്ചു. ഇന്നത്തെ മാത്സിനെ പറ്റി പറയുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് 6 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ 4 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 4 എണ്ണം നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമെല്ലാം ടീച്ചർമാർ സെലക്ട് ചെയ്തായിരുന്നാന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ തൊട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്തവണ തൊട്ടാന്ന് തോന്നുന്നു നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഏതൊക്കെയാണ് ഈ 4 എണ്ണം ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് 5, 6 ഒക്കെ ചെയ്യാം. അങ്ങനെ എനിക്കിപ്പോൾ കിട്ടിയിരുന്ന ഡൊമൈൻ ആൻഡ് റേഞ്ചും വാല്യൂ ഫംഗ്ഷൻസും ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് ആയിരുന്നു +1 നിന്ന്. ഫസ്റ്റ് ഇയറിൽ നിന്ന്. സെക്കൻഡ് ഇയറിൽ നിന്ന് വെക്ടേഴ്സും കണ്ടിന്യൂറ്റിയും പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇത്രയായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിൽ ഞാൻ 6 എണ്ണം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. അതെല്ലാം ചെയ്തതിനകത്തെല്ലാം കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ട്. പിന്നെ ചിലത് ഇൻകംപ്ലീറ്റുമാണ്. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടൊരിതില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പം ഡൊമൈൻ ആൻഡ് റേഞ്ചിൽ ഒരു ഫംഗ്ഷൻ്റെ 2x - 4x ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഡൊമൈനും റേഞ്ചും എനിക്ക് എഴുതിയൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ പിന്നെ അത് 4 എണ്ണം ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ മാനുവലിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തന്നെ നമ്മൾ വരച്ച് കാണിക്കണം കമാൻഡ് കൊടുത്തിട്ട്. അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വാല്യൂ ഫംഗ്ഷനിൽ g(x) വാല്യൂ ഫംഗ്ഷൻ കുഴപ്പമില്ലായിരുന്നു. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൽ g(x)ൻ്റെ റിഫ്ലക്ഷൻ വരയ്ക്കാനുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയിരുന്നു. പക്ഷേ നമുക്ക് കമാൻഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത ഓപ്ഷൻ തെറ്റാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഞാനിന്ന് രാവിലെ അറിഞ്ഞ് നമുക്കൊരു ചില ക്വസ്റ്റ്യനിൽ മൊത്തം 10 മാർക്ക് കാണും. നമുക്ക് 8 മാർക്കേ ഉള്ളൂ മാക്സിമം സ്കോർ ഒരു ക്വസ്റ്റ്യനെയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ വെക്ടേഴ്സിൽ സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 3u മറ്റേ കോസ് ആൽഫ കണ്ടുപിടിക്കാൻ. അതുപോലെ പിന്നെ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ. പാരലോഗ്രാം നല്ല സൂപ്പറായിട്ട് അറിയാവുന്നതാണ്, എത്രയോ തവണ ചെയ്തതാണ്. പക്ഷേ എനിക്ക് പാരലായിട്ടുള്ള ലൈൻ, അതായത് ലൈൻ വരച്ചിട്ട് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കുന്ന സംഭവം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ നേരം അതിന് വേണ്ടി ശ്രമിച്ചു. അത് കുറേ സമയം പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് മാറ്റിയിട്ട് ഞാൻ പോയിട്ട് അവസാനം കിടക്കുന്ന കണ്ടിന്യൂറ്റി എടുത്തത്. കാര്യമായി കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂറ്റി അറിയാമല്ലോ, എളുപ്പമാണ്. സ്ലൈഡർ നീക്കുന്നു സംഭവങ്ങൾ അതെഴുതി. അത് കഴിഞ്ഞിട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് വന്നപ്പോഴത്തേക്കും അപ്പം എനിക്ക് ആ പാരലോഗ്രാം വരച്ച് ഒരുപാട് ടൈം പോയി. പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൽ വന്നപ്പോൾ ഞാൻ അതുവരെ ക്വസ്റ്റ്യൻ എല്ലാം എഴുതുമായിരുന്നു. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാം. അങ്ങനെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ലാപ്പിൽ നോക്കി സമയം വേസ്റ്റ് ചെയ്യേണ്ടത് എഴുതി. പക്ഷേ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതാനില്ല. കാരണം ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിരുന്നെങ്കിൽ എൻ്റെ കുറച്ചുകൂടെ സമയം പോയേനെ. എന്നിട്ട് സമയം പോയി. എന്തായാലും അത് ചെയ്തു. പക്ഷേ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്കറിയാം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്